നമസ്കാരം. നേരിലേക്ക് സ്വാഗതം. നേര് ഇന്ന് എത്തിയിരിക്കുന്നത് ആലപ്പുഴ കുട്ടനാടാണ്. ഇവിടെ സ്വതന്ത്ര കർഷകരുടെ ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടാണ് ഞാനിവിടെ എത്തിയത്. കാർഷിക വിഷയങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് നെൽകർഷകരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ഇവിടെ കുട്ടനാട്ടിലെ കർഷകരെല്ലാം സംഘടിച്ച് രാഷ്ട്രീയത്തിൻ്റെ പിൻബലമില്ലാതെ ഇവിടെ ഒരു കർഷക ഉച്ചകോടി നടക്കുന്നുണ്ട്. ആ കർഷക ഉച്ചകോടി നടക്കുന്നത് ഒരു ബോട്ടിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ ബോട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഈ ബോട്ട് ഇവിടെ എത്തും. ഇടുക്കിയിൽ നിന്നുള്ള സ്വതന്ത്ര കർഷക സംഘടനാ നേതാക്കളും എല്ലാം എനിക്കൊപ്പമുണ്ട്. എന്തായാലും ഈ കർഷക ഉച്ചകോടി ഇന്ന് നടക്കുന്നത് സാധാരണ മറ്റിടങ്ങളിൽ നടക്കുന്നത് പോലെയല്ല. ഇന്നിവിടെ നടക്കുന്നത് ഒരു ഹൗസ് ബോട്ടിൽ വെച്ചാണ്. എന്തായാലും ആ കർഷക ഉച്ചകോടി എന്താണെന്ന് നേര് പരിശോധിക്കുകയാണ്. ഈ കർഷക ഉച്ചകോടി നടക്കാൻ ഇനിയും കുറെ സമയമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആലപ്പുഴ, ഇത് പുന്നമടക്കായലല്ലേ? ഈ പുന്നമടക്കായലിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മോടൊപ്പം ഉള്ള, എൻ്റെ പേരെന്താ? ജസ്റ്റിൻ. എവിടെയാണ് വീട്? ഇവിടെ തന്നെയാണോ വീട്? സ്ഥലത്തിന്റെ പേരാണ്? കിഴക്കോശി. ഇവിടെ നമ്മൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഉച്ചകോടി നടക്കുന്നതിന് ബോട്ട് ഇനിയും വരാൻ കുറെ സമയമുണ്ട്. ഇത് എങ്ങനെയാ? ഇത് ഇങ്ങോട്ട് വലിക്കണോ? ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോ ആ അകലേക്ക് പോയി നിങ്ങൾ പോരൂലേ? എന്നിട്ട് ഈ സ്പൂൺ എന്ന് പറഞ്ഞാൽ ലൂറാണ്. തിളങ്ങി വരുമ്പോ മാള കുഞ്ഞു മീനാന്ന് പറഞ്ഞ് ഏറി അടിക്കും. യഥാർത്ഥത്തില് പറ്റീരല്ലേ? അതായത് മീൻ ഏരെയൊന്നും കൊടുക്കുന്നില്ല, പറ്റീര് കൊടുക്കും അല്ലേ? അത് ശരി. അത് നമ്മളിങ്ങനെ സ്പീഡിൽ വലിക്കണമെന്നുണ്ടോ? സ്പീഡ് വലിക്കാനും വേണ്ട, പയ്യെ വലിച്ചാൽ മതി. ഇവിടെ എന്തൊക്കെ മീനുണ്ട്? ഇവിടെ എല്ലാ റേറ്റും ഉണ്ട്. ആണോ? കരിമീനുണ്ട്. അവിടെ ഇപ്പൊ ഈ വെട്ടിയതൊക്കെ മീനാണോ? അത് തൂള്. എന്താ ആ മീൻ പേര്? തൂള്. അപ്പൊ ഈ ഇവിടെ ഈ ജസ്റ്റിൻ ഇവിടെ മീൻ പിടിക്കാൻ വന്നതാണ്. ജസ്റ്റിന്റെ കൂട്ടത്തിൽ വേറെ 3 പേര് കൂടിയുണ്ട്. പക്ഷെ ജസ്റ്റിൻ ഇതുവരെ മീനൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പൊ ഇവിടുത്തെ കർഷകരുടെ പ്രത്യേകത തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഇന്നെല്ലാം കിട്ടിയോ? ഇന്നൊന്നും കിട്ടിയില്ല. ഇപ്പൊ അതിന്റെ സീസൺ അല്ല. ഇപ്പൊ തന്നെ നോക്കാൻ ബണ്ട് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം കയറും. വെള്ളം അങ്ങനെയുള്ളൂ മീൻ കിട്ടുള്ളൂ. അപ്പൊ അത് എത്ര ദിവസം കൂടുമ്പോഴാണ് തണ്ണീർ മുക്കം ബണ്ടൊക്കെ തുറന്നു? അത് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ ചാകര വീട്ടില്ല, വെള്ളം കയറിയില്ല. അത് ശരി. ഇപ്പൊ കരിമീനെ കിട്ടത്തുള്ളൂ. കരിമീൻ കിട്ടുള്ളൂ. ഇത് കരിമീനൊക്കെ ഇവിടെ ധാരാളം ഉണ്ടോ? എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അവരെല്ലാം കരിമീൻ. ഈ കരിമീനിന് എത്ര രൂപ വില കിട്ടുന്നത്? 550 രൂപ ഒരു കിലോ അല്ലേ? ഓക്കെ. എന്തായാലും ചൂണ്ടയിട്ട് കുറച്ചു നേരമൊക്കെ നിന്നു. അപ്പൊ നമ്മുടെ ബോട്ട് ഏകദേശം വരാറായി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാഴ്ചകൾ, ആലപ്പുഴ കാഴ്ചകൾ, ആലപ്പുഴയുടെ കർഷകരുടെ പ്രശ്നങ്ങളെല്ലാം പറയും. ജസ്റ്റിന്റെ ഫാദർ കർഷകനാണോ? അല്ല. എന്ത് ചെയ്യുന്നു? കടയാണ്. വ്യാപാരിയാണ്. വ്യാപാരികൾക്കും ഒക്കെ വരുമാനം ഉണ്ടോ? അപ്പൊ അച്ഛന് നല്ല വരുമാനം ഉണ്ടോ? ഇതെങ്ങനെയാ കാസ്റ്റ് ചെയ്യുന്നത്? എന്റെ പേര് വെയിൽ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പിടിക്കും. ഓ, ഈ കൈ പിടിച്ച് എറിയണം, വലിച്ചെറിയണം. അപ്പൊ ഈ വിരല് വിടണം. എറിയുമ്പോ വിരൽ വിടണം. ഓ, കുഴപ്പമില്ല. അതെ, എനിക്ക് ചൂണ്ടയിട്ട് ശീലമില്ല. എനിക്ക് ചൂണ്ടയിട്ട് ശീലമില്ല. അപ്പൊ ജസ്റ്റിന്റെ ചൂണ്ട മേടിച്ചതിനായിട്ടാണ്. പക്ഷെ ചൂണ്ടയുടെ കമ്പ് അങ്ങോട്ട് പോയി. എന്തായാലും ഇനിയിപ്പോ ഞാൻ ചൂണ്ടയിടാൻ മുതിരുന്നില്ല. ഇനിയിപ്പോ കർഷക ഉച്ചകൂടി മാത്രമാണ് ലക്ഷ്യം. ഓക്കെ.
നമ്മുടെ ബോട്ട് എത്തിക്കഴിഞ്ഞു. ഈ ബോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ കർഷക ഉച്ചകോടി. ഇതിന്റെ ആദ്യ ഭാഗം, അതായത് കർഷക ഉച്ചകോടിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. ഇത് രണ്ടാം ഭാഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട തീരുമാനം? അതായത് ഇവരുടെ ഒരു മീറ്റിംഗ് യഥാർത്ഥത്തിൽ നടന്നു കഴിഞ്ഞു. അതിന് ശേഷമാണ് കർഷക ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഈ ബോട്ടിൽ വെച്ച് ഇനിയുള്ള തീരുമാനങ്ങളെല്ലാം ഇവർ വിശദീകരിക്കുന്നത്. എന്തായാലും നമ്മളും ആ ബോട്ടിലേക്ക് കയറുകയാണ്. എന്തായാലും ഈ ബാക്കിത്തെ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ബോട്ടിൽ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്ക് വിവരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. നമ്മുടെ ബോട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഒരു 2-3 മണിക്കൂറോളം ഈ കായലിലൂടെയുള്ള യാത്രയാണ്. ഈ യാത്രക്കിടയിൽ ഇപ്പോൾ ഈ കർഷക ഉച്ചകോടിയുടെ പ്രധാന സംഘാടകർ 2 പേരുമാണ് നമ്മുടെ എൻ്റെ ഇരു സൈഡിലും ഇരിക്കുന്നത്. ഒന്ന് മാർട്ടിൻ തോമസ്, കർഷക സംഘടനയുടെ പേര് ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇത് ജോയി കണിഞ്ഞറ. ഓക്കെ. അപ്പൊ ആദ്യം ഇന്ന് ഇവിടുത്തെ ആലപ്പുഴ എന്ന നിലയിൽ ആലപ്പുഴ സംഘാടക സമിതിയിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ നമ്മുടെ ഇവിടെ ഒരു കർഷക സംഘടനകൾ ഇവിടെ ഒരു ഉച്ചകോടി കൂടാൻ, ആലപ്പുഴയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഉച്ചകോടിക്ക് തയ്യാറെടുക്കാൻ കാരണം എന്താ? ആലപ്പുഴ എന്ന് പറയുന്നത് അത്രയും സാധ്യതകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുള്ള സ്ഥലമാണ്. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഗ്രൂപ്പിനെ കണ്ടു. അന്നേരം ആ ഉച്ചകോടി അവിടെ വെച്ച് നടത്തണമെന്ന് എന്റെ ഒരു ആഗ്രഹം എനിക്കുണ്ടായി. യഥാർത്ഥത്തിൽ എന്താണ് ഈ ആലപ്പുഴ ഉച്ചകോടിയുടെ പ്രസക്തി? എന്താണ് നമ്മൾ അതുകൂടി ഒന്ന് പറഞ്ഞു പോകുന്നത് നന്നായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പ്രസക്തി വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ കുട്ടനാട്ടുകാരനാണ്. ആലപ്പുഴ ജില്ലയിൽ ജനിച്ചു വളർന്ന, ആലപ്പുഴ സെന്റ് ലൂയിസ് കോളേജിൽ പഠിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ പല സ്റ്റെപ്പിലുള്ള ആൾക്കാരെ കാണാനുള്ള സാഹചര്യം നമുക്ക് കിട്ടി. അതാത് സമയത്ത് കണ്ടവരെ വെച്ചിട്ട് നമ്മുടെ നാടിന്റെ ഡെവലപ്മെന്റ്സ് നമ്മൾ ആഗ്രഹിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കർഷക ഉച്ചകോടി. ഇപ്പം കർഷക ഉച്ചകോടിയിൽ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് CPI മനുഷ്യത്വരഹിതമായി പെരുമാറി ഈ വ്യത്യസ്ത 62ഓളം കർഷക സംഘടന ലീഡേഴ്സ് പറയുകയാണ്. അവർ പഴയ കാലത്തേക്ക് പഠിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് നമ്മുടെ മാതാപിതാക്കൾ കർഷക ഫാമിലിയിലുള്ള ആൾക്കാരും ജീവിക്കണ്ടേ? ആരാണ് ഇതിന് ഉത്തരവാദിത്വം പഠിച്ചു വന്നപ്പോഴാണ് കുട്ടനാടും CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, തൃശ്ശൂർ CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, വയനാട് CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്, തിരുവനന്തപുരം CPI സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ നേരുകേട് ചെയ്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. അവർക്ക് സ്വന്തമായിട്ട് സ്റ്റെബിലിറ്റി ഇല്ല. CPI LDFന്റെ ഘടകകക്ഷികളായിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ടോടുകൂടി ഈ കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ച ഏറ്റവും വലിയ മനസാക്ഷി ഇല്ലാത്തൊരു പാർട്ടിയാണ് CPI എന്ന് മനസ്സിലാക്കി. അന്നേരം ഈ ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്കിതൊക്കെ തുറന്നു പറയാനുള്ള ഒരു അവസരം ഇതിന്റെ കോർഡിനേറ്റേഴ്സ് തന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കുട്ടനാട്ടിലെ കാര്യങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് ഏറ്റെടുക്കണം. അത് ഞാൻ ഏറ്റെടുത്തോളാം, അതിന് സംഘടിപ്പിച്ചോളാം. അതിന് പരിമിതിയുണ്ട്. കുട്ടനാടൻ കർഷകർ അവര് കൊയ്ത്തിന്റെ സമയമാണ്. കർഷകർക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സംഘടിക്കുന്ന ഒരു സാഹചര്യമല്ല. കുട്ടനാട്ടിൽ മെയിനായിട്ടുള്ളത് നെൽകർഷകര്, അതുപോലെ തന്നെ ഉള്ള ഈ പശു വളർത്തി മിൽമയായിട്ട് ബന്ധപ്പെട്ട് പാല് കൊണ്ട് കൊടുത്തിട്ട് വളർന്ന് അവർക്ക് സമയത്ത് പശുവിനെ കറക്കാനുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് കൊയ്തിട്ട കറ്റകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മിഷൻ കൊയ്ത്താണ്. ആ സമയം അതേ സമയത്ത് തന്നെ ഓരോ സിവിൽ സപ്ലൈസ് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന മില്ലുകൾ അതാത് സമയത്ത് വരുമ്പോൾ ആ വണ്ടി കയറ്റി കൊടുക്കണം. അവരുടെ 4 മാസത്തെ എഫേർട്ടാണ് ആ നെല്ല് കയറ്റി കൊടുക്കുക. അതോടുകൂടി മാത്രമേ അവരുടെ ഡ്യൂട്ടി കഴിയുന്നുള്ളൂ. അന്നേരം നമ്മൾ ഈ ഉച്ചകോടി സംഘടിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വെസ്റ്റേൺ ഘാട്ടിന്റെ ജോയി ചേട്ടനും അതുപോലെ ജെയിംസ് സാറും ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കമ്പൽസറി ആയിട്ട് ഇത് ടീം വർക്കാണ്. ഇവിടുത്തെ വിഷയങ്ങളും എല്ലാം ക്ലബ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിന്റെ മുമ്പിൽ അങ്ങനെ ഒരു നെറുകെട്ടവരായിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരിക, ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ഇന്നിപ്പം ഈ യാത്രയും. അതോടുകൂടി തന്നെ ഇവിടെ ഉള്ളത് ഒരു ഇൻഡസ്ട്രിയാണ് ഈ ടൂറിസം മേഖല. ടൂറിസം മേഖലയിൽ ഏറ്റവും കുട്ടനാട്ടിനെ ഈ രീതിയിൽ നിലനിർത്തുന്നത് ഹൗസ് ബോട്ട് വ്യവസായമാണ്.
അതിൽ എനിക്കുള്ള ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ബോട്ട് ഓടിക്കുന്ന ആൾക്കാർക്കൊന്നും ലൈസൻസ് ഇല്ല എന്നുള്ളതായിരുന്നു. ഇൻഷുറൻസ് പോലും കിട്ടത്തില്ല. ഒരു ആക്സിഡന്റ് ഉണ്ടായത് അതിന് ഈ കൊറോണ കാലത്തിന് മുമ്പ് തന്നെ മോട്ടോർ ബോട്ട്, ഹൗസ് ബോട്ട്, സ്പീഡ് ബോട്ട്, ഷിക്കാര ഇതിന്റെയൊക്കെ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റോടുകൂടി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് കൊറോണ ഉണ്ടാകുന്നത്. അതനുസരിച്ചുള്ള സാമ്പത്തിക ബാധ്യതകളും പ്രശ്നങ്ങളും എനിക്ക് ഉണ്ടായി. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആകാൻ പറ്റിയില്ല. യെസ്. അപ്പോൾ നമുക്ക് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ ചെയർമാൻ കൂടിയായ നമ്മൾ ജോയി കണ്ണഞ്ചറെ കൂടി ഈ കുറേ കാര്യങ്ങൾ കൂടി വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ മൂന്നാമത്തെ ഉച്ചകോടിയാണ് അല്ലേ, യഥാർത്ഥത്തിൽ കർഷക ഉച്ചകോടി മൂന്നാമത്തെ ഉച്ചകോടിയാണ് ആലപ്പുഴ നടക്കുന്നത്. ഇവിടെ ആലപ്പുഴയിൽ ഈ ഉച്ചകോടി നടക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്? ഇവിടുത്തെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ എന്തുകൊണ്ടാണ് ഈ CPIക്ക് ഉപരി എല്ലാവരും പറയുന്നു CPI എതിർക്കുന്നു, CPI അവരുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം യഥാർത്ഥത്തിൽ ആലപ്പുഴയുടെ കർഷകർ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഈ കർഷക ഉച്ചകോടിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ കുട്ടനാട്ടിൽ തന്നെ ഇത് നടത്താൻ തീരുമാനിച്ചത്. അതിനകത്തൊരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കുട്ടനാട് മാവേലിക്കരയുടെ ഭാഗമാണെന്നുള്ളതും, രണ്ടാമത്തെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇത് ആലപ്പുഴ ജില്ലയാണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ല തിരഞ്ഞെടുത്തത് നന്നായി എന്നുള്ളതിൽ, അല്ലെങ്കിൽ കുട്ടനാട് തിരഞ്ഞെടുത്തത് നന്നായി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഈ ഒരാഴ്ചക്ക് മുന്നം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പഴയ രൂപം, ആ വിശ്വരൂപം പുറത്തു കാണിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് പുറത്തു വരാനുണ്ടായ സാഹചര്യത്തിന് സമാനമായ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ എന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ന്യായപത്ര എന്ന് പറയുന്ന ആ പത്രികയിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. അത് വളരെ രൂക്ഷമായി തന്നെ കർഷക സംഘടന ചർച്ച ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് തന്നെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കാനും CPIയെ പോലെ തന്നെ കോൺഗ്രസിനെയും മുൾമുനയിൽ നിർത്തി ഞങ്ങൾ പറയുന്ന കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിക്കാനുള്ള കാഴ്ചപ്പാടിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ഒന്നുമല്ല, ഇവിടുത്തെ കർഷകരാണ്. കോൺഗ്രസിൻ്റെ നേതാവ് വന്ന് പശ്ചിമഘട്ടത്തിലാണ് മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധി. ആ പശ്ചിമഘട്ട ജനതയുടെ മാത്രം വോട്ട് മേടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ജയറാം രമേശിൻ്റെ നിർദ്ദേശാനുസരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് പ്രത്യേക അതോറിറ്റി വേണം, ഞങ്ങൾക്കുള്ള അതോറിറ്റി മതി. ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ അവിടെ കൊണ്ടുപോയി പാർപ്പിച്ച് ഞങ്ങളെ കർഷകരാക്കി മാറ്റിയത് കോൺഗ്രസിൻ്റെ ചുവാതി കൊണ്ടൊന്നുമല്ല. അങ്ങനെ കോൺഗ്രസ്സുകാർ ധരിക്കുകയും ചെയ്യുന്നു. വോട്ട് ചെയ്യണോ വോട്ട് ചെയ്യണ്ടോ എന്നുള്ളത് കർഷകർ തീരുമാനിക്കും. അവർക്ക് ചിന്തിക്കാനും അത് പ്രവർത്തിക്കാനും കഴിവുള്ള ആളുകളാണ് മലയോര കർഷകർ എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇന്ന് ആലപ്പുഴയിൽ നടത്തിയതിന് ഒരു പ്രസക്തി കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇവിടെ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് ഭാഗങ്ങളിലുള്ള ഈ ഫാം ടൂറിസമൊക്കെ ഇതിനു മുമ്പ് കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകരാണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം കൃഷി ലാഭമല്ലാതെ, കാർഷിക രംഗം തന്നെ ലാഭമല്ലാതെ ഇവിടുത്തെ തൊഴിൽ പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവിടുത്തെ കർഷകരെ ഒന്നാകെ ഇല്ലാണ്ടാക്കി. മുരിക്കൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയില്ലേ? അതിശക്തമായ കർഷക സമരം കൊണ്ട് തൊഴിലാളികളെയും കർഷകരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് കർഷകരെ ഇല്ലാണ്ടാക്കുന്ന സ്ഥിതിവിശേഷം വന്നപ്പോൾ ഈ കാർഷിക വൃത്തി തന്നെ വേണ്ടെന്ന് വെച്ച ഒരു സമൂഹമാണ് കുട്ടനാട്ടിലുള്ളത്. അവരുടെ വേദനകൾ അത് കണ്ടുപിടിച്ച് ഇവിടെയുള്ള മത്സ്യകൃഷി ചെയ്യുന്ന ആളുകളുടെ വേദനകൾ, ഇവിടുത്തെ താറാവ് കൃഷിക്കാരുടെ വേദനകൾ, അതുപോലെ തന്നെ ഫാം ടൂറിസത്തിൻ്റെയും വേദനകൾ മനസ്സിലാക്കി ലോകത്തെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് വെസ്റ്റേൺ ഗാർഡ്സ് പീപ്പിൾസ് ഫൗണ്ടേഷൻ കുട്ടനാട്ടിൽ ഉച്ചകോടി നടത്തിയത്. ഈ രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ, അതായത് ഒരു പാർട്ടി ആദ്യം CPI അല്ലെങ്കിൽ CPI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്നൊരു തീരുമാനം എടുക്കുന്നു ആ കർഷക ഉച്ചകോടിയിൽ. രണ്ടാമത് ഇപ്പോൾ കോൺഗ്രസിനെ കൂടി നിങ്ങൾ കടന്നാക്രമിക്കുന്നു. അപ്പോൾ ഉണ്ടാകുന്നൊരു സംശയം, എന്താണ് ആരെയാണ് നമുക്ക് സ്വീകാര്യമായത് എന്നത് ഒരു ചോദ്യം കൂടി ഇല്ലേ? അത് ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ പറയേണ്ടി വരില്ല. ആരെ നമ്മൾ കൊള്ളണം, ആരെ നമ്മൾ കൊള്ളരുതാത്തവർ എന്ന പേരിൽ രണ്ടുപേരെ നിങ്ങളിപ്പോൾ മുദ്രകൂട്ടി. ഇനി കൊള്ളേണ്ടവരാരെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഒരു പ്രസ്ഥാനത്തിനും എതിരല്ല. CPIയെ തോൽപ്പിക്കണമെന്ന് ഇതുവരെയും നമ്മുടെ ഉച്ചകോടി പറഞ്ഞിട്ടില്ല. CPIയെ തുറന്നു കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തുറന്നു കാണിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് കർഷക സമൂഹത്തിനുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് തുറന്നു കാണിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇതിന് ശേഷം ഈ ഉച്ചകോടികളുടെ നടത്തിപ്പിന് ശേഷമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ സംവിധാനം വന്നത്. ചർച്ച ചെയ്യുമ്പോൾ അതും ചർച്ച ചെയ്യും. സ്വാഭാവികമായിട്ടും ഇത്രയും രൂക്ഷമായ സ്ഥിതിയിൽ മലയോര ജനത താമസിക്കുമ്പോൾ അതിനെ കണ്ടില്ല എന്ന് നടിക്കുക. കർഷകരുടെ വിഷയങ്ങൾ വരുമ്പോൾ കോടതിയിൽ വായടച്ച് പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന ആളുകൾ, അവിടെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെതിരെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ആളുകൾ പോലും പ്രതികരിക്കാത്ത സ്ഥിതിവിശേഷം, അതിൽ ജനങ്ങൾ രോഷാകുലരാണ് സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയം അവർ അന്തർദേശീയ തലത്തിൽ നടത്തുമ്പോൾ, ദേശീയ തലത്തിൽ നടത്തുമ്പോൾ കേരളത്തിലും കർഷകരാണ് ജീവിക്കുന്നതെന്നും ഇവിടുത്തെ കർഷകരെ അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്നും അവര് മലയോരങ്ങളിൽ ജീവിക്കുന്നവരാണ് കൂടുതൽ കർഷകരെന്നും മനസ്സിലാക്കാനുള്ള ആർജവം ഈ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കണം. എന്തായാലും ഈ കർഷക ഉച്ചകോടി അതിന്റെ ആദ്യ മീറ്റിംഗ് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ മീറ്റിംഗ് ആണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങളിലെ വലിയ നേതാക്കന്മാരെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ കടന്നാൽ മാത്രമേ ഇനിയുള്ള കർഷക സംഘടനകളുടെ രാഷ്ട്രീയ നിലപാട്, ഒരു പാർട്ടിയോടല്ല എല്ലാ പാർട്ടികളോടും തന്നെ അത്തരത്തിലൊരു രാഷ്ട്രീയ നിലപാട് കർഷക സംഘടനകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPIക്കുമെതിരെ ആദ്യത്തെ വെടി പൊട്ടിച്ചിരിക്കുകയാണ്. ഇനിയും തീരുമാനങ്ങൾ ഉണ്ടാവുന്നു, എല്ലാവർക്കും ഉണ്ട്, കിട്ടേണ്ടത് കിട്ടും എന്നൊക്കെ തന്നെയാണ് ഞാനും കരുതുന്നത്, ചർച്ച ചെയ്യുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പോൾ ആലപ്പുഴയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. നിങ്ങൾ രാവിലെ കർഷക ഉച്ചകോടിയൊക്കെ ചേർന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കർഷക ഉച്ചകോടിയുടെ ചില വിഷയങ്ങൾ കൂടി നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുജിമാഷിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സുജിമാഷ, ഈ എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഇത്തരത്തിലൊരു കർഷക ഉച്ചകോടി ചേരുക? അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ 14 ജില്ലകളിലും കർഷക ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നു. ലക്ഷ്യം വെക്കുന്നത് എന്താണ്? രാഷ്ട്രീയ ആക്രമണമാണോ? അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉന്നം വെക്കുന്നുണ്ടോ? എന്താ യഥാർത്ഥത്തിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ലക്ഷ്യം വെക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? നല്ല ചോദ്യമാണ്. നമ്മൾ വ്യക്തിപരമായി ആരെയും ലക്ഷ്യം വെക്കുന്നില്ല, ഒരു പാർട്ടിയും പ്രത്യേകമായി ലക്ഷ്യം വെക്കുന്നില്ല. മറിച്ച് ഇവരുടെ എല്ലാം ഉത്തരവാദിത്വം ജനപ്രതിനിധികൾ എന്നുള്ള നിലയ്ക്കും ഭരണാധികാരികൾ എന്നുള്ള നിലയ്ക്കും ജനങ്ങൾക്ക് ആവശ്യമായത് നൽകുക എന്നതാണ്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് അവര് വോട്ട് സ്വീകരിക്കാൻ വരുമ്പോൾ ഒരു നിലപാടിൽ നമ്മളോട് സംസാരിക്കുകയും വോട്ട് സ്വീകരിച്ച് അധികാരത്തിലേക്ക് വരുമ്പോൾ ജനങ്ങൾക്ക് ആവശ്യമായത് മറന്നുപോവുകയും ചെയ്യുന്നു എന്ന ഒരു സംശയമാണ് ഇപ്പോൾ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെല്ല് സംഭരണത്തെ സംബന്ധിച്ച് കുട്ടനാട്ടിലെ പ്രശ്നങ്ങളാണെങ്കിലും നെല്ല് സംഭരണത്തെ സംബന്ധിച്ച് കർഷകർക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ അതിനെ സംഭരിക്കുമ്പോൾ അതിന്റെ വില കിട്ടിയാൽ അവർക്ക് അതുപയോഗിച്ചുകൊണ്ട് അടുത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് ആ വില 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ ലഭിക്കുന്നതെങ്കിൽ അവൻ പിന്നീട് രണ്ടാമത് നെല്ല് വിതയ്ക്കുവാനോ കാർഷിക വസ്തുക്കൾ വിതയ്ക്കുവാനോ ഒന്നും അവൻ പിന്നെ പരിശ്രമിക്കില്ല. കാരണം നഷ്ടം സഹിച്ച് പബ്ലിക്കിനെ അല്ലെങ്കിൽ ജനങ്ങളെ കൂട്ടുന്നവനാണ് ഇപ്പോൾ കർഷകൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കർഷകർക്കും സാധാരണക്കാർക്കും ആവശ്യമായത് എന്തോ അത് കണ്ടറിഞ്ഞ് ഗവൺമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഗവൺമെന്റിനെ ചൂണ്ടിക്കാണിക്കുക, ഭരണാധികാരികളെ ചൂണ്ടിക്കാണിക്കുക, ജനപ്രതിനിധികളെ ചൂണ്ടിക്കാണിക്കുക, നിയമനിർമ്മാണ സഭയിൽ അതനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവരിക. അപ്പോ ജനത്തിനും പ്രകൃതിക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് അടിത്തട്ടിലുള്ള തൊഴിലാളികൾക്ക് സാമാന്യ ജനത്തിനും ആവശ്യമായത് കൃത്യമായി ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഇവരെ ഓർമ്മിപ്പിക്കുക, ഉത്ബോധിപ്പിക്കുക എന്നതാണ് നമ്മൾ ഇത്തരം ഉച്ചകോടികളിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല എന്നാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ ലക്ഷ്യമൊന്നുമില്ല. ഉച്ചകോടി സംഘടിപ്പിക്കുന്ന കർഷകർക്ക് പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ രാഷ്ട്രീയ അട്ടിമറികളോ ഒന്നുമില്ല. മറിച്ച് കർഷകർക്ക്, സാധാരണക്കാർക്ക് നിലനിൽക്കാനും അവരുടെ ജീവിതം അട്ടിമറിക്കപ്പെടാതിരിക്കാനും അവർ പലായനം ചെയ്യപ്പെടാതിരിക്കാനും ഉള്ള ഒരു ചെറിയ ശ്രമമാണ് ഇതിലൂടെ നടത്തുന്നത്. കാരണം റിമൈൻഡേഴ്സ് ആളുകൾക്ക് കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് ഓർമ്മപ്പെടുത്തലുകൾ കൊടുക്കുന്നത്, നമ്മൾ കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങൾ ജനപ്രതിനിധികളെ അറിയിക്കുന്നത്,
അവർക്ക് അതിനെക്കുറിച്ച് അവബോധം കൊടുക്കുന്നത്, ജാഗ്രത കൊടുക്കുന്നത് എല്ലാം ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമ്മൾ ജാഗ്രതയോടെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു, ജനങ്ങൾക്ക് വേണ്ടി ആ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇതാണ് നമ്മൾ ഇതിനോട് ലക്ഷ്യം വെക്കുന്നത്. സുനിമാഷ് പറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഭരണപ്രതിപക്ഷ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാർഷിക മേഖല അനുഭവിക്കുന്നുണ്ട്. ഇത് കണ്ടും കേട്ടും പോകാതെ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് കർഷക സംഘടന ആവശ്യം. എന്തായാലും വെസ്റ്റേൺ കാശ്മീർ ഫൗണ്ടേഷൻ്റെ ജെയിംസ് വടക്കൻ നമ്മളൊപ്പം ചേർന്ന് വലിയ പഠനങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു. പിന്നീടാണ് ഈ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലേക്കും നിരവധി ലേഖനങ്ങളും നിരവധി ആനുകാലികളെല്ലാം അദ്ദേഹം എഴുതുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിലേക്ക് കൂടി നമുക്ക് കിടക്കാം. ജെയിംസ് സാറേ, എന്തുണ്ട് വിശേഷം? ഇപ്പോൾ നമ്മളിവിടെ ആലപ്പുഴ വെച്ച് വീണ്ടും കണ്ടുമുട്ടിരിക്കുകയാണ്. ഈ കർഷക ഉച്ചകോടി നടത്തുന്നു. ഞാൻ ആദ്യം സുജിമാഷോട് ചോദിച്ചു, അതേ തന്നെ ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ അട്ടിമറിയാണോ പ്രതീക്ഷിക്കുന്നത്? എന്താണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം? എന്തെങ്കിലും രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ മത്സരിക്കാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ല. രാഷ്ട്രീയ ലക്ഷ്യം കർഷക ഉച്ചകോടിക്കില്ല എന്ന് മാർച്ച് 17-ാം തീയതി തൃശ്ശൂര് നടന്ന രാഷ്ട്രീയ ഉച്ചകോടി കഴിഞ്ഞിട്ടൊരു 1 മണിക്കൂർ മുമ്പ് കഴിഞ്ഞതാണ്. കാരണം 2-ാം തീയതി അവിടെ രാഷ്ട്രീയ ഉച്ചകോടി നടന്നപ്പോൾ അന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് CPI ഞങ്ങൾ അങ്ങോട്ടാണ് വരുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നമ്മുടെ ഈ തൃശ്ശൂരത്തെ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുന്നതിന് മുമ്പ് തീരുമാനങ്ങളൊന്നുമില്ലായിരുന്നു. നമ്മൾ ചില സ്റ്റേറ്റ്മെന്റുകളാണ് അവിടെ പറഞ്ഞത്. 17ഓളം വിഷയങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് പങ്കെടുത്ത ആൾക്കാരുടെ ചില അഭിപ്രായങ്ങൾ കേട്ടു. അതിനേക്കാളൊക്കെ ഉപരി കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തിലെ കാർഷിക അല്ലെങ്കിൽ എന്താ പറയുക ധനകാര്യ മേഖല എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾ ശക്തമായി കൃത്യമായി വിശകലനം ചെയ്തു. വിശകലനം ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഈ മനുഷ്യനെ തീറ്റിപ്പോറ്റുന്ന കർഷകന് അവന് ജീവിക്കാനുള്ള വരുമാനം പോയിട്ട് നിലനിൽപ്പുള്ള വരുമാനം പോലും കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവൻ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിളകൾക്ക് അവൻ ഇറക്കുന്ന തുക, അതായത് കൃഷി ഇറക്കാനുള്ള തുക പോലും അവന്റെ ഉൽപ്പന്നത്തിൽ നിന്ന് തിരിച്ചു കിട്ടുന്നില്ല. അതൊരു ഭയങ്കരമായൊരു വൈരുദ്ധ്യമാണ്. കാരണം നമ്മളിവിടെ എല്ലാത്തിനും സോഷ്യലിസം പറയുമ്പോൾ ഇവിടെ ഏറ്റവും ആന്റി സോഷ്യലിസം നടത്തുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. കാരണം ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 1968-2023 കാലഘട്ടത്തിൽ ഒരു സർക്കാർ ഓഫീസിലെ ഏറ്റവും താഴ്ന്ന ജീവനക്കാരനായ ഒരു പ്യൂണിന്റെ ശമ്പളം 400 ഇരട്ടി വർദ്ധിച്ചു, പേഴ്സൻ്റേജ് ഇരട്ടി വർദ്ധിച്ചു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഈ നെല്ലിന്റെ വില നോക്കിയപ്പോൾ എനിക്ക് പോലും അത് അസ്വീകാര്യമായിട്ട് തോന്നി. കാരണം 68-ലെയും 2023-ലെയും കൂടെ ഉള്ള ശമ്പള വർധനവും, ഏറ്റവും ശമ്പളം കുറഞ്ഞ സർക്കാർ ജീവനക്കാരന്റെ ശമ്പള വർധനവും, നെൽകർഷകന്റെ നെല്ലിന്റെ വിലയും കൂടെ നോക്കുമ്പം ഇന്ന് സർക്കാർ ജീവനക്കാരന് കൊടുത്ത ശമ്പള വർധന വെച്ചാണെങ്കിൽ ഒരു 436 രൂപ 1 കിലോ നെല്ലിന് കിട്ടും. ചിലപ്പോൾ ഇത് കേൾക്കുന്നവര് ചിലപ്പോൾ എന്നെ വട്ടണമെന്ന് പറയുന്നത്, വട്ടനല്ല, കൃത്യം കണക്കാ. അന്നുണ്ടായിരുന്ന നെല്ലുവിലയും ഇന്നുള്ള നെല്ലുവിലയും, അന്നുണ്ടായിരുന്ന മിനിമം ശമ്പളം 70 രൂപയും ഇന്നുള്ള ശമ്പളം 26,000 രൂപ കമ്പയർ ചെയ്യുമ്പോൾ ഈ 436 രൂപ കിട്ടണം. അപ്പം 436 രൂപ കിട്ടാൻ അർഹതയുള്ള കർഷകരെ 28 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ ഈ പറയുന്ന നെൽകൃഷി നടത്തി നമ്മളെ ഉപജീവനമാർഗം, നമ്മളെ എന്നാ പറയുന്ന വിശപ്പ് അടക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഈ ഹൗസ് ബോട്ടിലുള്ള ഒരു ആളുകളുമായിട്ടുള്ള കർഷക നേതാക്കളുമായിട്ടുള്ള അഭിമുഖങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഹൗസ് ബോട്ടിനുള്ളിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ആലപ്പുഴക്കാരൻ തന്നെയായ നമ്മുടെ ഒരു കർഷക നേതാവുണ്ട്. എന്താ പേരെന്തായിരുന്നു? എന്ത് ഒക്കെ കൃഷിയാണുള്ളത്? എന്താണ് കൃഷിയുള്ളത്? പച്ചക്കറി കൃഷിയുണ്ട്, നമ്മള് പാട്ട കൃഷി, നെല്ല്, ഇതാണ് നമുക്കുള്ളത്. അപ്പം ഇത്രയും നാളുമായിട്ട് നമ്മൾ വിദേശത്തായിരുന്നു. ഇപ്പം കുറെ നാളായിട്ട് നാട്ടിൽ വന്ന് സെറ്റിൽ ആകാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കർഷകരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ അനുഭവിക്കുന്ന വേദന, ഇപ്പൊ പാട്ട കർഷകരെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഒരു 25,000 രൂപ കൊടുത്താലും ഒരു ഏക്കർ പാട്ട കൃഷി കിട്ടുള്ളൂ. 5 ഏക്കർ ഒരു പാട്ടത്തിന് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരൊരു 1,25,000 രൂപ ഒരു വർഷം മുന്നേ കൊടുക്കണം. അടുത്ത വർഷം കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മള് മുൻകൂർ പേയ്മെന്റ് കൊടുത്താലേ ഈ പാട്ട കൃഷി നമുക്ക് കിട്ടുള്ളൂ. ഇത് കഴിയുമ്പോഴത്തേക്കുണ്ടാകുന്ന കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഇപ്പം കഴിഞ്ഞ മീറ്റിങ്ങുകളിൽ നമ്മുടെ പ്രാസംഗികർ സൂചിച്ചതുപോലെ സമസ്ത മേഖലയിലും കൂലി വർദ്ധിച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ലെവലിൽ കൂടെ പോകുമ്പോൾ കുട്ടനാട്ടിലെ കർഷകൻ അല്ലെ കൂലി വർദ്ധിച്ചു നമ്മുടെ ജീവിത ചെലവുകൾ അതിനൊപ്പം വർദ്ധിച്ചില്ലേ? കർഷകരും കർഷക തൊഴിലാളികളും പൂരകങ്ങളാണല്ലോ. അപ്പൊ
അതെങ്ങനെയാണ് നമ്മൾ എങ്ങനെ നോക്കിക്കാണും? ഓക്കെ, അത് സമ്മതിച്ചു. ഒരു ഫാക്ടറിക്ക് ലാഭം ഉണ്ടാകുമ്പോഴേ അതിന്റെ ജോലിക്കാർക്ക് ശമ്പളം കൂടുതൽ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഈ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിന്റെ വരുമാനമാണ് കർഷകന് കൊടുക്കേണ്ടത്, ശരിയല്ലേ? ഈ കൂലിക്കാരന് കൊടുക്കേണ്ടത്. ആ സമയത്ത് ഇതൊന്നും നോക്കാതെ തന്നെ കൂലിക്കാരൻ ഇറങ്ങി അവന് 8 മണിക്കൂർ 6 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ അവന് 800, 900, 1000 ആണ് ഇപ്പോൾ കുട്ടനാടിന്റെ റേറ്റ്. മനസ്സിലായോ? അപ്പൊ ആ സമയത്ത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ നമ്മുടെ വിഷം അടിക്കുന്ന കുറ്റിക്ക റേറ്റ് 12 ലിറ്ററോ 12 ലിറ്ററാന്ന് തോന്നുന്നു അല്ലേ, 15 ലിറ്റർ. ഇത് അടിക്കുമ്പോഴത്തേക്ക് 80 ആയിരുന്നു, ഇപ്പൊ 100 രൂപയായി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം കൂടെ ഈ കർഷകനാകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം കൃഷി ചെയ്യുന്നവരാണ്. മനസ്സിലായി? അപ്പം ഈ കൃഷി എടുത്തു കഴിഞ്ഞാൽ ഇപ്പം 2 ക്വിന്റല് അല്ലെ 2.5 ക്വിന്റല് കിട്ടിയെങ്കിൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ പ്രയോജനം ഉണ്ടാവും, അവർക്ക് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടനാട്ടിലെ ഈ ചെറുപ്പക്കാര് പുതിയ തൊഴിലിടങ്ങൾ തേടി പോകാനുള്ള കാരണക്കുന്നത്. അതായത് ഇവിടെ ബോട്ട് ഇപ്പോ നമ്മുടെ കർഷക ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കാനുള്ള ബോട്ട് ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ കുഞ്ഞമ്മടക്കായലിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടുത്തെ കർഷക ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പാടശേഖര സമിതിയുടെ നേതാവ് കൂടിയായ എന്തായാലും പേരെന്തായാലും ആയാപ്പുറത്ത് രാമേന്ദ്രനുണ്ട്. അപ്പൊ ഈ ബോട്ടിന്റെ ഒരു സൗണ്ട് കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും പരമാവധി ശ്രമിക്കാൻ ഞാൻ ഈ സൗണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഞാനിപ്പോ ഈ ഹൗസ് ബോട്ടിന്റെ ഉള്ളിലാണ്, പരമാവധി നമുക്ക് ശ്രമിക്കാം. ഈ ആലപ്പുഴയിലെ പാടശേഖരങ്ങൾ അല്ലെങ്കിൽ നെൽകർഷകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്? ആലപ്പുഴയിലെ നെൽകർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ പൊതുവെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരു കർഷകനായി അത് നെൽകർഷകനായാലും പച്ചക്കറി കർഷകനായാലും കേര കർഷകനായാലും ക്ഷീര കർഷകനായാലും ഒക്കെ തന്നെ തികഞ്ഞ പ്രതിസന്ധിയിൽ കൂടിയും ബുദ്ധിമുട്ടിൽ കൂടിയാണ് മുന്നോട്ട് നീങ്ങുന്നത്. അവന് പാലിന്റെ വിലയേക്കാൾ കൂടുതലായി കാലിത്തീറ്റയുടെ വില വരുന്നു. ഇപ്പൊ കാലിത്തീറ്റയ്ക്ക് വില വർദ്ധിക്കുന്നു, പുല്ല് കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു, ജോലിക്കൂലി ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഞാൻ ഒരു പാടശേഖര സമിതിയിലെ ചെറുതന പഞ്ചായത്തിലെ ഒറ്റവേലി പാടശേഖര സമിതിയിലെ പ്രസിഡന്റാണ്. കഴിഞ്ഞ കൃഷിക്കാലത്ത് ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് വളരെ വലുതായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു കർഷകൻ ഒരു പാടത്ത് വിത്ത് വിതയ്ക്കുമ്പോൾ മുതൽ അത് കൊയ്യുന്നത് വരെയും കർഷകന്റെ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ്. ഇല്ലെങ്കിൽ അത് പല രീതിയിലുള്ള ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, കീടങ്ങളുടെ അടക്കം, അതുപോലെ സമയത്ത് വളരെ കാര്യങ്ങളൊക്കെ ഇതെല്ലാം ചെയ്ത് രാപകലില്ലാതെ ഒരു കർഷകൻ പണി ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ വിളവെടുപ്പ് വരുമ്പോഴാണ് പ്രധാനമായും കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം സമയത്ത് കൊയ്ത്ത് യന്ത്രം കിട്ടാതെ വരുന്നു. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മറ്റു ഇടനിലക്കാർ മുഖാന്തരം കൊയ്ത്ത് യന്ത്രം എടുക്കുമ്പോൾ അതിന് ഭീമമായ വാടക കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ വാടക കൊയ്ത്ത് കൊടുത്ത് ആ കൊയ്ത്ത് യന്ത്രമൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കൊയ്തെല്ലാം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയൊരു വൈതരണിയുണ്ട്. കാരണം നെല്ല് വാരാൻ ഒരു വിഭാഗം തൊഴിലാളികൾ വരും, അവരുടെ കൂലി അവരാണ് നിശ്ചയിക്കുന്നത്. ഒരു പറ കണ്ടത്തിലെ അല്ലെങ്കിൽ ഒരേ ഏക്കർ നിലത്തിലെ നെല്ല് വാരുന്നതിന് ഞങ്ങൾക്ക് ഇത്ര രൂപ കൂലി വേണം എന്ന് അവരാവശ്യപ്പെടും. അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ ഒരു ലിസ്റ്റിൽ തരും, അത് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കും. ഇത് സ്ത്രീകളായിരിക്കും മിക്കവാറും നെല്ല് വാരി വെക്കുന്നത്, പക്ഷെ അവരുടെ നേതാക്കന്മാർ വരെ ഉണ്ടാവും. ഈ നെല്ല് ഇവര് വാരി ചാക്ക് നിറച്ചു കഴിഞ്ഞാൽ അത് ചുമന്ന് വണ്ടിയെ കെട്ടുന്നതിന് ചുമട്ടുകൂലി കൊടുക്കേണ്ടി വരും. അപ്പൊ ചുമട്ടുകൂലിയും വാരുകൂലിയും എന്ന് പറഞ്ഞാൽ 2 കൂലി കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സർക്കാർ തരുന്നത് തുച്ഛമായ 12 രൂപ മറ്റുമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഈ മില്ലുകാരും നമ്മളുമായിട്ടുള്ള ബന്ധം. സർക്കാരാണ് നിശ്ചയിക്കുന്നത് ഇന്ന പാടശേഖരത്തിലെ നെല്ല് ഇന്ന മില്ലുകാരെടുക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ അവരെ വിളിച്ചു വയ്ക്കുമ്പോൾ അവരുടെ ഒരു ഏജന്റായിട്ട് ആളിനെ വിടും. ആ ഏജന്റ് വന്ന് പാടശേഖരത്ത് വന്ന് നമ്മൾ കൊയ്ത് നല്ല ഉണക്കുകാലത്ത് കൊയ്ത് മെതിച്ച് കൂട്ടിയിട്ടിരിക്കുന്ന നെല്ല് വന്ന് കയ്യിലോട്ട് എടുത്തിട്ട് അവർ പറയും ഹ്യൂമിഡിറ്റി ഉണ്ട്, നീരാവി കൂടുതലുണ്ട്, അതുകൊണ്ട് ഒരു ക്വിന്റലിന് 8 കിലോ 10 കിലോ നെല്ല് നിങ്ങൾ കിലോ തന്നാൽ മാത്രമേ ഞങ്ങൾ എടുക്കുകയുള്ളൂ. അപ്പം ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം 100 കിലോ നെല്ല് ഒരു
മില്ലിൽ ഉടമയ്ക്ക് കൊടുക്കുമ്പോൾ 10 കിലോ കുറവ് കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് 90 മാറും. ഇത് കർഷകർക്കും ഭയങ്കരമായ നഷ്ടമാണ്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് യഥാർത്ഥത്തിൽ 1 കിലോ പോലും കിഴിവ് കൊടുക്കേണ്ടതായിരിക്കത്തില്ല. പിന്നെ ഒരു ഗ്രാമേ നമ്മൾ എത്തി ആ റേറ്റിൽ വെച്ച് അവർക്ക് നമ്മൾ അങ്ങനെ കിഴിവ് കൊടുക്കാൻ എടുക്കുന്നത്. അപ്പം നെല്ല് വാരുമ്പോൾ ഒരു അമിതമായ കൂലി കൊടുക്കേണ്ടി വരുന്നു, അതുപോലെ കേട്ടുന്നതിന് കൂലി കൊടുക്കേണ്ടി വരുന്നു, നെല്ലുടമയ്ക്ക് നമ്മൾ കിഴിവ് കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ 3 നഷ്ടം സഹിച്ചിട്ടാണ് നമ്മൾ കൊയ്ത നെല്ല് നമ്മൾ സർക്കാരിന് കൊടുക്കുന്നത്. കഴിഞ്ഞാലത്തെ അവസ്ഥ പൈസ കിട്ടണം, നെല്ലിന്റെ യഥാർത്ഥ വില കിട്ടണമെങ്കിൽ എത്രയോ നാള് കഴിയണമെന്നറിയാം. ഒരിക്കലും നമ്മളെ പെട്ടെന്ന് പറയാൻ ബാങ്കിൽ ചെന്നാൽ ബാങ്കുകാര് നെല്ലിന്റെ വില തരുന്നത് പറയും. പക്ഷെ ബാങ്കുകാർ തരുന്നത് യഥാർത്ഥത്തിൽ നെല്ലിന്റെ വിലയല്ല. നമ്മുടെ നെല്ല് നമ്മൾ കൊടുത്തിട്ട് ബാങ്കിൽ നിന്ന് നമുക്ക് കടമായിട്ടാണ് നമ്മുടെ നെല്ലിന്റെ വില തരുന്നത്. ഇതൊരു വിരോധാഭാസമല്ല എന്ന് ആലോചിച്ചു. നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയ നെല്ല് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് 10-100 പേപ്പറുകളിൽ ബാങ്കുകാർ ഒപ്പിടിപ്പിക്കും. അതിൽ ഒരു പേപ്പറിൽ ഏതെങ്കിലും കാരണവശാൽ ഈ കാശ് സർക്കാരിൽ നിന്നും ബാങ്കിന് ലഭിക്കാതെ വന്നാൽ നമ്മൾ കൊടുത്തോളാം എന്ന ഒരു എഗ്രിമെന്റാണ് അതിനകത്ത് വെക്കുന്നത്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പൈസ തരും. കൃത്യമായ സർക്കാർ അതിന് പലിശ കൊടുക്കാതിരുന്നാൽ എത്ര പലിശ കൊടുക്കാതിരിക്കുന്നു ആ പൈസ നമ്മളിൽ നിന്ന് കിടക്കും. ഞാൻ അതിന് അനുഭവസ്ഥനാണ്. ഹരിപ്പാട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കില് 2021 എന്റെ നെല്ലിന്റെ പൈസ എനിക്ക് തന്നു കഴിഞ്ഞ ശേഷം അത് 1 മാസത്തെ പലിശ സർക്കാർ കൊടുക്കാതിരുന്നതിന്റെ പേരിൽ എന്നിൽ നിന്നും 2000 രൂപ 1900 സംതിങ് രൂപ സർക്കാർ ബാങ്കുകാർ പിടിച്ചെടുക്കുകയുണ്ടായി. ഞാൻ അതിനെതിരെ പരാതി ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പി പ്രസാദിനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തെങ്കിലും ഇന്ന് വരെയും എനിക്ക് ആ പൈസ തിരിച്ചു കിട്ടപ്പെട്ടിട്ടില്ല. ഒരു കർഷകന്റെ ബുദ്ധിമുട്ട് എത്ര ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് ഉത്പാദനം വർദ്ധിപ്പിച്ചാലും അതിന് അറിയിക്കുന്ന പൈസ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മള് പലിശ കൂടെ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് കർഷകൻ വരുന്നു. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ നെല്ലിന് വില തരുന്നതിലെ അന്തരം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നെല്ലിന്റെ യഥാർത്ഥ വില തരുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റും കൂടെയാണ്. കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ നെല്ലിന് വില കൂട്ടുമ്പോഴും സംസ്ഥാന ഗവൺമെന്റ് വില കൂട്ടുന്നില്ല. മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്നതിനനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റ് തരുന്ന തുക കുറച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആനുപാതികമായി ഇല്ല കോരന് കഞ്ഞി എപ്പോഴും കുമ്പിളിലാണെന്ന് പറയുന്നത് പോലെ കേന്ദ്ര ഗവൺമെന്റ് എത്ര കൂട്ടിയാലും ശരി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിക്കുന്ന തുക മാത്രമേ കർഷകന് ലഭിക്കുന്നുള്ളൂ. ഇതും കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ നഷ്ടമായ ഒരു കാര്യമാണ്. അതുപോലെ പ്രധാനമായിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരായ തന്നെ ഒരു കാരണവശാലും കർഷകനെ സംരക്ഷിക്കുന്ന രീതിയിൽ നിൽക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും അപൂർവം ഉദ്യോഗസ്ഥന്മാരെങ്കിലും ഈ മില്ലുടമകളുമായി ബന്ധപ്പെട്ട് ചില അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് ഞങ്ങൾ ഊഹിക്കപ്പെടുന്നു. നമുക്ക് തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും. പക്ഷെ കർഷകന്റെ ഭാഗത്ത് അവർ നിൽക്കാത്തടത്തോളം കാലം മില്ലുടമ പറയുന്ന ഈ ഹ്യൂമിഡിറ്റി ഒക്കെ അവർ പറയുന്നതാണ് ഞങ്ങൾ വന്ന് നോക്കിയാൽ അതിനേക്കാൾ കൂടും എന്ന് പറയുമ്പോൾ അതൊരു സംശയാസ്പദമായ രീതിയിലേക്കാണ് നമുക്കതിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നത്. വളരെയേറെ അവഗണിക്കപ്പെടുന്ന ഒരു വർഗമായി, ഒരു രാഷ്ട്രീയ അടിമകളായി പോകുന്ന ഒരു വർഗമായി ഇവിടെയും പോകുന്നു എന്നാണ് നമുക്ക് അനുഭവപ്പെട്ട വസ്തുത. ഇത്ര ദുരിതം പേറുന്ന, ഇത്ര ദൈന്യതയാർന്ന ഒട്ടേറെ കഥകൾ കേൾക്കേണ്ടി വന്നു. ഇപ്പോൾ പി പ്രസാദ് കൃഷിമന്ത്രിയാണ്. അദ്ദേഹത്തിന് സിമ്പിളായി പരിഹരിക്കാവുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നു. ഇവർക്കൊക്കെ വലിയ ആശയങ്ങളുണ്ട്. വളരെ സിമ്പിളായി പരിഹരിക്കാവുന്ന ഒട്ടേറെ ആശയങ്ങളാണ് ഈ ഉച്ചകോടിയിൽ അവർ മുന്നോട്ട് വെച്ചത്. ഇതൊരു മന്ത്രി കേൾക്കാൻ തയ്യാറുണ്ടോ? അങ്ങനെ കേട്ടാൽ മന്ത്രിക്കോ രാഷ്ട്രീയ പാർട്ടിക്കോ കുറച്ചിലുണ്ടാകുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു രാഷ്ട്രീയം ഇവിടെ ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇസ്രയേലിലേക്കൊന്നും പോണ്ട, കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ഇവിടെ കർഷകർക്ക് തന്നെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അതിലേക്ക് ഇവർക്ക് വരുന്നതിന് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ ഇവരെ കേൾക്കാനും ഇത് പരിഹരിക്കാനും കേരളം തയ്യാറാകണമെന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഈ നമ്മളിപ്പോൾ പല ഉച്ചകോടികളും ഇപ്പോൾ മൂന്നാമത്തെ ഉച്ചകോടിയാണ് നടക്കുന്നത്. നമ്മൾ ഈ ഉച്ചകോടിയിൽ കർഷക സംഘടനകൾ ചില രാഷ്ട്രീയ പാർട്ടികളെ ലക്ഷ്യം വെക്കുന്നു. അങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ
ആ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുകയാണോ, അതോ ഈ രാഷ്ട്രീയ പാർട്ടികൾ നിങ്ങളിത് ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണോ ചെയ്യുന്നത്, അതോ നിങ്ങൾക്ക് മറിച്ചൊരു രാഷ്ട്രീയമുണ്ടോ? ഇത് ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ പല കർഷക നേതാക്കളും പിന്നീട് പിന്നെ സ്ഥാനാർത്ഥിമാരാകുന്നു, മത്സരിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു ആരോപണമുണ്ട്. അത് ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ആരോപണമുണ്ട്. അപ്പം ഈ വിഷയത്തിൽ എങ്ങനെയാണ് അതിജീവന പോരാട്ട വേദി വിശദീകരിക്കുക? കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള സംഘടനകളെയെല്ലാം പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനങ്ങൾ ഹൈജാക്ക് ചെയ്യുകയും അവരെ അവരുടെ പാർട്ടാക്കി മാറ്റുകയും അതുവഴി കർഷക പ്രസ്ഥാനങ്ങൾക്ക് കാലാകാലം തകർച്ച ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ കേരളത്തിലെ പ്രബല പാർട്ടികളെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പെടാതിരിക്കാൻ വളരെ ജാഗ്രതയോടെയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ കൂട്ടായ്മ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന രാഷ്ട്രീയ ആശയം എന്നുള്ളത് ഒരു ഗുരുതരമായ പിഴവ് കാണിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ, ഈ യാതൊരു സാമൂഹിക പ്രതിബദ്ധതയുമില്ലാതെ ഒരു ജനതയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തെ തിരുത്തിക്കുന്നതിനും അത്തരം മനോഭാവം വെച്ച് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ തിരുത്തിക്കുന്നതിനുമുള്ള ഒരു ഉദ്യമം മാത്രമാണ്. അത് കൃത്യമായും ബഹിഷ്കരിക്കുക എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും തന്നെയാണ്. അത് തോൽപ്പിക്കുമെങ്കിൽ തോൽപ്പിക്കൽ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഈ കാര്യം. നിങ്ങളുടെ ഈ സന്ദേശം, അതായത് ഈ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് ഗുരുതരമായ ആരോപണങ്ങൾ, ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ കർഷകരിലേക്ക് എത്തുമ്പോൾ കർഷകരുടെ പ്രതികരണം എന്താണ്? അതാണല്ലോ, റെസ്പോൺസ് ആണല്ലോ ഇതിൻ്റെ വിഷയം. നിങ്ങൾ പറയുന്ന ആശയത്തോട് എത്രമാത്രമാണ് ഉച്ചകോടിയിൽ കർഷകർ സഹകരിക്കുന്നത്? ഇപ്പോൾ 3ാമത്തെ ഉച്ചകോടി നടക്കുന്നു, ഇനി അടുത്ത ഉച്ചകോടിയിൽ ഇത് നിങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നു, 14 ജില്ലയിൽ ഉച്ചകോടിയിൽ നടക്കുന്നു. അപ്പോൾ റെസ്പോൺസ് എന്താണ്? ഇത് ആശയപരമായി വളരെ ഇത്രയേറെ ഐക്യത്തോടെ ഈ ആശയത്തിലേക്ക് എത്തി എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ ജനങ്ങളുടെ പങ്കാളിത്തം എന്നുള്ളതൊന്നും ഈ വിഷയത്തിൽ ഉദിക്കുന്നില്ല. ഇത് കേരളത്തിന്റെ എല്ലാ പ്രദേശത്തെയും സംഘടനകളുടെ കേന്ദ്രീകരണം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അവർ തമ്മിലുള്ള ആശയപ്പൊരുത്തം, ഈ കുട്ടനാട് കർഷകന്റെ പ്രശ്നവും ഇടുക്കി കർഷകന്റെ പ്രശ്നവും എല്ലാം അടിസ്ഥാനപരമായി ഒന്നാണെന്നും അത് പരിഹരിക്കേണ്ടത് സർക്കാർ എന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണെന്നും അത് കേരളത്തിന്റെ രാഷ്ട്രീയമാണ് അതിന് വേണ്ട സാഹചര്യം ഒരുക്കേണ്ടതെന്നും ഉള്ള ഒരു ബോധത്തിലേക്ക്, ഇതെല്ലാം ഒന്നായി നിന്ന് ഫയറ്റേണ്ടതാണെന്നുള്ള ഒരു ബോധത്തിലേക്ക് ഇത്തരം ഉച്ചകോടികൾക്ക് എത്തിക്കാൻ കഴിയുന്നു എന്നുള്ള വലിയൊരു ഗുണപരമായ കാര്യമാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ കാണുന്നത്. ഇടുക്കിയെയും ആലപ്പുഴയും വെച്ച് നോക്കുമ്പോൾ എത്ര ദൂരമുണ്ട് കാർഷിക പ്രശ്നം? ഇടുക്കിയെ വെച്ച് നോക്കുമ്പോൾ രണ്ടും വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളാണ്. ഇത് അതിദാരുണമായ സാഹചര്യം ഇവിടെയുണ്ട്, ഇവരൊട്ടും പുറകിലല്ല. ഞാൻ ചോദിക്കാൻ അതായത് ഈ ലോ റേഞ്ചിലെ ആളുകളെ, മലയോരത്തെ ആളുകളെല്ലാം പരിസ്ഥിതി വിരുദ്ധരാണെന്നുള്ളൊരു നല്ലൊരു പ്രചരണം നടക്കുന്നു. അത് മാത്രമല്ല, മലയോരം ആണ് ഈ ഇവിടുത്തെ ആലപ്പുഴ, എറണാകുളം ലോ റേഞ്ചിലെ ആളുകളുടെ ശ്വാസകോശം എന്ന രീതിയിലാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ ഒരു പബ്ലിസിറ്റി. അത്തരം പബ്ലിസിറ്റികളിൽ എത്രമാത്രം ഈ ലോ റേഞ്ചിലെ മനുഷ്യർ വീണിട്ടുണ്ട്? അത് ഈ കർഷകരുമായി കർഷക ഉച്ചകോടികളൊക്കെ നടക്കുമ്പോൾ, കർഷക സംഘടനകളുടെ യോഗങ്ങൾ നടക്കുമ്പോൾ അവരെത്രമാത്രം ഈ മലയോരത്തെ കർഷക സംഘടനകളുമായിട്ട് എത്രമാത്രം ചേരുന്നു, എത്രമാത്രം താതാത്മ്യം പ്രാപിക്കാൻ ശ്രമിക്കുന്നു? തീർച്ചയായിട്ടും വലിയൊരു തെറ്റിദ്ധാരണ, പ്രത്യേകിച്ച് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജില്ല ആലപ്പുഴയായിരിക്കും തോന്നിപ്പോവുക. ഇവരുടെ കായൽ സംവിധാനങ്ങളെല്ലാം നികന്നുപോയി. മലയോരത്തിന്റെ കൃഷിയാണ് അതിന് കാരണം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം ഈ മലയോരം സൃഷ്ടിച്ചതാണെന്നുള്ള ഏറ്റവും വലിയ പാരിസ്ഥിതിക ബോധം സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയിൽ, പ്രത്യേകിച്ച് കുട്ടനാട്ടിൽ. ഒരു ശത്രുതാ മനോഭാവത്തോടെയാണ് ഈ മലയോരവാസികളെ ഇവർക്ക് കാണേണ്ടി വരുന്നതെന്നാണ് ഇവരിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു കാര്യം. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി ഈ ഇടുക്കിയിൽ അല്ലെങ്കിൽ മലയോര മേഖലയിലെ ഹൈറേഞ്ച് മേഖലയിലെ ആളുകളെ കാണുന്നത്? അത് കേരളത്തിന്റെ രാഷ്ട്രീയം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ആസൂത്രിതമായി, പ്രത്യേകിച്ച് വിദേശ ബുദ്ധി ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അവബോധമാണ് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയിട്ടുള്ളത്. വിഷയങ്ങളെ ശാസ്ത്രീയമായി കാണാതെ ഇത്തരം തെറ്റിദ്ധാരണകളിലൂടെ മലയോരത്തെ വിൽക്കുന്നതിന് ഇത്തരം സമൂഹങ്ങളുടെ പിന്തുണ രാഷ്ട്രീയ പാർട്ടികൾ നേടി എന്നാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മലയോരത്തെ കർഷകരുടെ പ്രശ്നവും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലെ നെൽ കർഷകരുടെ, ഇവിടുത്തെ സാധാരണ കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ അപഗ്രഥനം ചെയ്യുകയും ഇത് പഠിക്കുകയും സൂക്ഷ്മമായി വിശകലനം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇത് അധികാര വർഗത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്നതിനും
കർഷക സംഘടനകൾ വഹിക്കുന്ന പങ്ക്, പ്രത്യേകിച്ച് സ്വതന്ത്ര കർഷക സംഘടനകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇനിയും കർഷക സംഘടനാ നേതാക്കൾ ഈ വോട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരിലേക്കും എല്ലാം നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സന്ധ്യയോട് അടുത്തിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇരുൾ വീഴും. അതിൽ ഇരുൾ വീഴുന്നതിന് മുമ്പ് നമുക്ക് 1-2 പേരെ കൂടി കണ്ട് സംസാരിച്ചാൽ കൂടുതൽ ചിത്രം വ്യക്തമാകും. എന്താണ് സ്വതന്ത്ര കർഷക സംഘടനകൾ ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് മുമ്പിൽ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ വയ്ക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നേര്. ആലപ്പുഴ കായലിലൂടെ ഇപ്പോൾ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ഒപ്പം മറ്റൊരു കർഷക നേതാവ് കൂടിയുണ്ട്. അദ്ദേഹത്തെ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തോടു കൂടി നമ്മൾ ചോദിച്ചറിയേണ്ടതുണ്ട്. മാഷ പേര് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ്റെ പേര് ഷാജി എൻ ജോർജ്. സംഘടനയുടെ പേര് കൂടി ഒന്ന് പറഞ്ഞു. ഞാൻ സേവ് കേരള മൂവ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററാണ്. ഇവിടെ ഇപ്പോൾ ആലപ്പുഴയിൽ കർഷക ഉച്ചകോടി വന്നായിരിക്കും അല്ലേ? കർഷക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ബഹുമാന്യനായ ശ്രീ ജെയിംസ് വടക്കൻ പറഞ്ഞതിനോട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ ട്രേഡ് യൂണിയൻ മിലിറ്റൻസിയും ബ്യൂറോക്രസിയും ഹൈജാക്ക് ചെയ്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്, നേരത്തെ സുജി മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ, ഭരിക്കുന്ന മന്ത്രിമാർ, വകുപ്പ് മേധാവികളായിട്ടുള്ള മന്ത്രിമാർ ഉണ്ണാക്കന്മാരാണ് എന്ന് ബ്യൂറോക്രസിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ നിലപാടുകളും നയങ്ങളുമാണ് അവർ നടപ്പിലാക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കാർഷിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് വലിയ സാങ്കത്യമുണ്ട്, അതിന് വലിയ ഗൗരവമുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ തലമുടി നായരുടെ കീഴിൽ പരിശോധിക്കുന്നത് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന പ്രകടന പത്രികകൾ തന്നെയാണ്. ആ പ്രകടന പത്രികകൾ കർഷകർ ഇപ്പോൾ വളരെ വിശദമായി അതിനെക്കുറിച്ച് പഠനം നടത്തുകയും അതിലെ കാർഷിക വിരുദ്ധ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അത് ജനമധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുകയാണ് കർഷക ഉച്ചകോടി ഈ കുട്ടനാട്ടിലെ ഉച്ചകോടിയിലൂടെ ചെയ്തത്. ഈ കാർഷിക ജില്ല എന്ന രീതിയിൽ ആലപ്പുഴ ജില്ല ഒരു സമ്പൂർണ്ണ കാർഷിക ജില്ലയാണ്. പിന്നെ മത്സ്യബന്ധനം ഇതൊക്കെയാണല്ലോ എടുത്തത്. അപ്പോൾ ഇവിടുത്തെ കർഷകരുമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് വലിയ ഗുരുതരമായ ഒരു വിഷയം, പ്രത്യേകിച്ച് നെല്ല് സംഭരണം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെയൊക്കെ വാക്കുകളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരം ഈ അടിസ്ഥാന വർഗത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഈ ജില്ലയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ കൃഷി വകുപ്പിൻ്റെ മന്ത്രിയുള്ളത്. അതോടൊപ്പം തന്നെ മറ്റു ക്ഷീരവികസനത്തിൻ്റെ, അതോടൊപ്പം തന്നെ ഈ ആര് ഭരിച്ചാലും ആലപ്പുഴ ജില്ലയ്ക്കൊരു പ്രാധാന്യമുണ്ട്. പ്രമുഖരായ മന്ത്രിമാരെല്ലാം തന്നെ ആലപ്പുഴയിൽ നിന്നും പിന്നീടുള്ളത് കണ്ണൂരിൽ നിന്നുമാണ്. അപ്പോൾ ഇത്ര മന്ത്രിമാരൊക്കെ ഉണ്ടായിട്ടും ആലപ്പുഴയുടെ സാധാരണ കർഷകൻ്റെ വേദന ചോദിച്ചറിയാനോ പരിഹാരം കാണാനോ, ഇവിടെ കർഷക സ്നേഹം വലിയ തോതിൽ പ്രകടിപ്പിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കർഷകരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇവിടുത്തെ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നമനമാണ്. ഈ ഉന്നമനം എന്ന് പറയുമ്പോൾ തന്നെ ഈ അതിൽ ഒരു തട്ടിപ്പും ഇല്ലേ? തീർച്ചയായിട്ടും ഇതിലെല്ലാമുള്ള ഇരട്ടത്താപ്പുകളാണ് നമ്മൾ കർഷക ഉച്ചകോടിയിലൂടെ സാധാരണ ജനങ്ങളുടെ, അല്ലെങ്കിൽ സാധാരണ കർഷകരുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇവിടെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ അടിസ്ഥാന വർഗമായിട്ടുള്ള കർഷകർ വലിയൊരു ശതമാനം വരുന്ന നെൽകർഷകരും താറാവ് കർഷകരും അതുപോലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുമാണ്. അപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായി ഈ ഒരു രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും എന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ വേഗതയിൽ തന്നെ കുട്ടനാട്ടിലെ കൃഷി അവസാനിക്കും. കുട്ടനാട്ടിൽ കൃഷി അന്യമാകും. പണ്ട് നെൽകൃഷി ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു എന്ന് ഷോക്കേസിൽ വെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടനാട് മാറുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്നുള്ളത്. കേരളത്തിലെ നെല്ലറ എന്നൊക്കെയാണ് നമ്മൾ കുട്ടനാടിനെക്കുറിച്ച് പഠിച്ചിരിക്കുന്നത്. അത് പക്ഷേ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പഴയകാല സത്യമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളിന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കർഷകരെ എത്തിച്ചത് ദീർഘവീക്ഷണമില്ലാതെ കാർഷിക മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള പല തരത്തിലുള്ള നിയമങ്ങളും നടപടികളും ചട്ടങ്ങളും അതുപോലെ കരിനിയമങ്ങളുമാണ്. അപ്പോൾ ഇന്നിപ്പോൾ കൃഷിയിൽ പുതിയ തലമുറ കൃഷിയിലേക്ക് കടന്നു വരുന്നില്ല. അതുപോലെ തന്നെ ഏകദേശം 15% ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ കാർഷിക മേഖല ഇന്ന് ചുരുങ്ങി കേരളത്തിലെ കാർഷിക
ഭൂമിയും ചുരുങ്ങി, അതുപോലെ തന്നെ കൃഷിയിലേക്ക് കടന്നു വരുന്ന കർഷകരുടെ എണ്ണവും വളരെയേറെ ചുരുങ്ങി. അതോടൊപ്പം പുതിയ തലമുറ തീർത്തും കൃഷിയിലേക്ക് കടന്നു വരാനായിട്ട് ഒരു താല്പര്യവും പ്രകടിപ്പിക്കുന്നില്ല. അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും അവിടെ വിദ്യാഭ്യാസം നേടുന്നതിനും അവിടെ തന്നെ ജോലി ചെയ്യുന്നതിനുമാണ് താല്പര്യപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള വിഷയത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു വിഷയമല്ല കുട്ടനാട്ടിലുള്ളത്. ഇത് കേരളത്തിൽ എവിടെ പോയാലും കാർഷിക മേഖലയിൽ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഏത് കാർഷിക മേഖല എടുത്താലും അവിടെയെല്ലാമുള്ള പ്രശ്നങ്ങളുടെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമ്മൾ കുട്ടനാട്ടിലും കാണുന്നത്. അപ്പോൾ കുട്ടനാട്ടിലെ കർഷകരുമായിട്ട് നമ്മൾ നേരിട്ട് സംബന്ധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് കൃഷി അടുത്ത തലമുറയിൽ കൃഷി ഏറ്റെടുത്ത് കൊണ്ടുപോകാനായിട്ട് ആരുമില്ല. അടുത്ത തലമുറയെ കാർഷിക മേഖലയിലേക്ക് വിടാനായിട്ടോ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാനായിട്ടോ അവരുടെ മാതാപിതാക്കൾ പോലും ആഗ്രഹിക്കുന്നില്ല. കാരണം കൃഷി അത്രമാത്രം അന്യമാവുകയും അത് നിലനിൽപ്പിന് തന്നെ അപകടമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയുടെ സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മൾ കർഷക നേതാക്കളിൽ നിന്നും ചോദിച്ചറിഞ്ഞത്. എന്തായാലും നമ്മളിപ്പോൾ ഈ ബോട്ടിംഗ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കർഷക നേതാക്കൾ അവരുടെ ഗ്രൂപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നതിൻ്റെ അപ്പർ ഡെക്കിലാണ്. ഞാൻ ഏതായാലും അപ്പർ ഡെക്കിൽ എന്നെ കാത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അവരെ കൂടി കണ്ടതിന് ശേഷം അവരുടെ അഭിപ്രായം കൂടി തേടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അപ്പർ ഡെക്കിലേക്ക് നമ്മൾ ഈ പുന്നമടക്കായലിലൂടെയാണ് കർഷക ഉച്ചകോടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുന്നമടക്കായലിൽ ഇപ്പോൾ നമ്മൾ ഏകദേശം സന്ധ്യാവാറായി. അല്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെളിച്ചം വളരെ കുറയും. ഇപ്പോൾ നമ്മുടെ ഒപ്പം തന്നെ ഇന്നത്തെ കർഷക ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രമുഖ കർഷക നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. പ്രധാനമായിട്ടും ഈ കർഷക ഉച്ചകോടി എന്താണ് പ്ലാൻ ചെയ്യുന്നത്, മൂന്നാമത്തെ ജില്ലയിലാണ് കർഷക ഉച്ചകോടി നടന്നത്. ഈ 3 ജില്ലകളിലും നടന്ന കർഷക ഉച്ചകോടിയിൽ എപ്രകാരമുള്ള തീരുമാനങ്ങളാണ് എടുത്തത് എന്നത് സംബന്ധിച്ചൊക്കെ വലിയ ഗഹനമായ ചർച്ചകളാണ് ഇപ്പോൾ ഇന്ന് ആലപ്പുഴ കുട്ടനാടിൽ നടന്ന കർഷക ഉച്ചകോടി ചിന്തിക്കുകയും അത് വിശകലനം ചെയ്യുകയൊക്കെ ചെയ്തിരിക്കുന്നത്. കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്നുള്ള വിവിധ കർഷക സംഘടനകളെ പ്രതികരിച്ചിട്ടുള്ള കർഷക നേതാക്കളാണ് ഉള്ളത്. പ്രധാനമായിട്ടും ഈ കോൺഗ്രസിൻ്റെയും CPIയുടെയും നിലപാടുകളെ നിശിതമായി ഈ കർഷക സംഘടനകൾ വിമർശിക്കുന്നു. കർഷക വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളെ അവരെ തുറന്നു കാട്ടുക, ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയല്ല. സാധാരണ ഇതിൽ പറയുമ്പോൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്ന ഒരു കാഴ്ചപ്പാടല്ല ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കർഷകർക്കൊപ്പം എന്ന് പറയുകയും കർഷക വിരുദ്ധ നിലപാട് തുടരുകയും ചെയ്യുന്നത് അത് പുറത്തു കൊണ്ടുവരികയും അവരെ തിരുത്തിക്കുവാനുള്ള ഒരു ഉദ്യമമാണ് കർഷക ഉച്ചകോടി ലക്ഷ്യമിടുന്നത്. എന്തായാലും കർഷക ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട നേര് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.